Good evening, all. Welcome to Crystal EduHub free webinar on HSST Commerce. My name is Taslima from Calicut, doing PhD in Commerce from Kannur University. So, നമ്മളെല്ലാം ഏറെ എക്സൈറ്റഡ് ആണല്ലേ? കുറേ കാലമായി നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ കേരള PSC പുറത്തുവിട്ടിരിക്കുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാം HSST കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടു. അതിന്റെ അപ്ലിക്കേഷൻസ് കേരള PSC സ്വീകരിക്കുകയും ചെയ്തു അല്ലേ? പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കുറെ അറിവുകൾ നേടാനുണ്ട്. എന്താണ് കേരള PSC HSST കൊമേഴ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനുണ്ട് അല്ലേ? അതിൽ കുറെ ഇൻഫർമേഷനുമായി പ്രൊവൈഡ് ചെയ്യാനാണ് ഈ വെബിനാർ സെക്ഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യമായി ഞങ്ങൾ ക്രിസ്റ്റൽ അക്കാദമിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കുറെ പേർക്ക് കേട്ടിട്ടുണ്ടാവും ക്രിസ്റ്റൽ അക്കാദമിയെ പറ്റി. കൂടുതൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ക്രിസ്റ്റൽ എഡു ഹബ്. കൂടുതൽ മത്സര പരീക്ഷകൾ UGC നെറ്റ്, സെറ്റ്, കേട്ടറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത് ക്രിസ്റ്റൽ എഡു ഹബ്. നമ്മുടെ ക്രിസ്റ്റൽ എഡു ഹബ് നമുക്ക് HSSTക്ക് ഹിസ്റ്ററി മലയാളം എന്നിവയ്ക്ക് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 150ഓളം സ്റ്റുഡൻസ് നമ്മുടെ ക്രിസ്റ്റൽ അക്കാദമിയിൽ ഇപ്പോൾ HSST കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എക്സാം ഓഗസ്റ്റിലാണ്. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിസ്റ്റൽ അക്കാദമി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളുടെ ക്രിസ്റ്റൽ എഡു ഹബിന്റെ വീഡിയോസ് ലഭ്യമാണ്. ഒന്ന് എടുത്ത് നോക്കി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്റ്റൽ എഡു ഹബിന്റെ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് പോകാം അല്ലെ? എന്താണ് HSST? എന്താണ് HSST കൊമേഴ്സ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് കേരള PSC അത് ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, എന്തിനു വേണ്ടിയാണ് കേരള HSST കൊമേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് നടത്തുന്നത് കേരള HSST? അറിയുമോ? നിങ്ങൾക്ക് അറിയുമോ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കേരള HSST പരീക്ഷ നടത്തുന്നത്? നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് HSST ടീച്ചേഴ്സ്, ജൂനിയർ ടീച്ചേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HSST എക്സാം നടത്തുന്നത് അല്ലേ? അപ്പോൾ കേരള PSC വിളിച്ചിട്ടുള്ളത് ഏതുവരെയാണ്? ജൂലൈ 17 വരെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. 127/2024 ആണ് എന്ത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്, HSSTയുടെ കാറ്റഗറി നമ്പർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുവരെ 140ഓളം അഡ്വൈസ് കഴിഞ്ഞ HSST പരീക്ഷകളിൽ പോയിട്ടുണ്ട്. 754 മെയിൻ ലിസ്റ്റിൽ നിന്ന് 140 അഡ്വൈസ് എന്തിട്ടുണ്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഫീൽഡാണ് HSST കൊമേഴ്സ്. HSST കൊമേഴ്സ് എന്ന് പറയുന്നത് കേരള PSC നടത്തുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് എക്സാമിനേഷൻ ആണെന്ന് പറയുന്നത് HSST എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് HSST കൊമേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ? ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി വിത്ത് നോട്ട് ലെസ് ദാൻ 50% ഓഫ് മാർക്കാണ്. അതായത് 50% കുറയാതെയുള്ള മാർക്കുള്ള എല്ലാവർക്കും HSST പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം, മാസ്റ്റർ ഡിഗ്രിയുള്ള. ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ PSC പറഞ്ഞിരിക്കുന്നത് BEd ഡിഗ്രിയാണ്. BEd ഡിഗ്രി വേണം. ദെൻ അടുത്തത് സെറ്റ് ആണ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പാസ്സാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കേരള HSST കൊമേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ 3 ക്വാളിഫിക്കേഷൻ വേണ്ട, മാസ്റ്റർ ഡിഗ്രിയും സെറ്റും മതി എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, MCOM സെറ്റും ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തൂടെ? അപ്ലൈ ചെയ്യാം.
അത് അപ്ലൈ ചെയ്യാം. കേരള PSC അത് അനുവദിക്കുന്നുമുണ്ട്. പക്ഷെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരെ എക്സാം എഴുതി ഇവര് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കേരള PSC ബി.എഡുകാരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ എം.കോമും സെറ്റും ഉള്ളവരെ പരിഗണിക്കുകയുള്ളൂ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പൊ കേരളത്തില് ഒട്ടുമിക്ക ആൾക്കാരിലും ബി.എഡ് ഉണ്ട്. അപ്പൊ പിന്നെ ബി.എഡ് ഒഴിവാക്കിയിട്ട് എം.കോമിൽ മാത്രമുള്ളവരെ സെലക്ട് ചെയ്യുന്നത് അതൊരു പോസിബിലിറ്റി ആണോ? അല്ലല്ലോ, അല്ലേ? ദെൻ എന്താണ് HSST ജൂനിയർ പോസ്റ്റ്? എന്താണ് HSST ജൂനിയർ പോസ്റ്റ്? അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ പാർട്ട് ടൈം ആയിട്ട് അവരെ നിയമിക്കുക. അധ്യാപകരെ നിയമിക്കുന്നതാണ് HSST ജൂനിയർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ? നമുക്ക് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള, നമുക്കറിയാം നമ്മൾ എന്തിനാ പഠിക്കുന്നത്? പഠിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു ജോലി കിട്ടാൻ, അല്ലേ? തീർച്ചയായും ജോലി കിട്ടാനല്ലേ പഠിക്കുന്നത്? അല്ലാന്നുണ്ടോ? ബേസിക് ആയിട്ട് നമ്മൾക്ക് നോളഡ്ജ് വരാനാണ്, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും നോളഡ്ജ് എലാബറേറ്റ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞാലും ബേസിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? പൈസ വേണം. ആ പൈസക്ക് വേണ്ടി എന്ത് വേണം? നല്ലൊരു വെൽ ഒക്യുപ്പിഡ് ആയിട്ടുള്ള ജോലി വേണം, അല്ലെ? ഈ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പം നമ്മുടെ കേരള PSC ഇതിന്റെ HSSTയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. 45,600 മുതൽ 95,600 രൂപ വരെ ഉള്ള ഒരു സ്കെയിൽ ഓഫ് പേ. നല്ലൊരു അട്രാക്റ്റീവ് സ്കെയിൽ ഓഫ് പേ. ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്തതിൽ നമുക്ക് ലൈഫ് ലോങ് മിസ്സിംഗ് ആയിരിക്കും. ഉറപ്പാണത്. ഇനി എന്നായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്? ജൂലൈ 17 ആയിരുന്നു, അല്ലേ? നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തില്ലേ? HSST അപ്ലൈ ചെയ്തില്ലേ എല്ലാരും? അപ്ലൈ യെസ്. ചെയ്യാത്തവരുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ. എല്ലാരും അപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ജൂലൈ 17 ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാല് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അത് ഇങ്ങനെ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞാല് അതിനനുസരിച്ച് കേരള PSC നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരെ വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം 140 അഡ്വൈസ് വരെ പോയിട്ടുള്ള ഒരു തസ്തികയാണ് നമ്മുടെ HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വൈഡായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ മുന്നിൽ കയ്യിൽ ഇട്ട് തന്നിരിക്കുന്നത് കേരള ഗവൺമെന്റ്, കേരള PSC. ഇനി ഈ വർഷം എത്ര അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് അറിയോ? 7,491 അപ്ലിക്കേഷൻ പ്രതീക്ഷിച്ചതിലും കുറവാണ്. അത് ആർക്കാ ഓപ്പർച്യൂണിറ്റി? ഇതുവരെ അപേക്ഷിച്ചവർക്കാണ്, അല്ലെ? നമ്മൾ ഈ അവസരം മുതലെടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഈ അവസരം മുതലെടുത്താൽ മാത്രമാണ് നമുക്കൊരു വെൽ ഓക്യുപൈഡ് ആയിട്ടുള്ള ഒരു ഗസറ്റഡ് ഓഫീസർ ആവാനുള്ള, നമുക്കൊരു പച്ചമഷിയുള്ള ഒരു ഗവൺമെന്റിന്റെ ടാഗ്, അതാണ് നമ്മളെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ. ദെൻ നമുക്ക് അതിന്റെ സിലബസിലൂടെ ഒന്ന് പോയാലോ? എല്ലാവർക്കും അറിയോ സിലബസ്? ആരെങ്കിലും കണ്ടിട്ടിരുന്നോ? സിലബസ് പുറത്തു വിട്ടിട്ടുണ്ടോ? അതറിയോ? കേരള PSC പുറത്തു വിട്ടിട്ടുണ്ടോ സിലബസ്? നോ. ഇല്ല, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിലബസ് പുറത്തു വിട്ടിട്ടില്ല, പക്ഷെ സിലബസ് വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാ അത് പറ്റാത്തത്? അത്രയും കോമ്പറ്റീഷൻ ആണ് നമ്മുടെ മുന്നിലുള്ളത്. സിലബസ് വരുന്നവരെ കാത്തിരുന്ന് നമ്മളെ ടൈം വേസ്റ്റ് ആവേയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനലൈസ് ചെയ്യാം. പ്രീവിയസ് സിലബസ് എങ്ങനെയാണ് കേരള PSC സെറ്റ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഈ കേരള PSC നമ്മുടെ സിലബസ് ഇടാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് സിലബസിൽ എന്തായാലും മോസ്റ്റ് പ്രോബബിലി വരും എന്ന് വിചാരിക്കുന്ന ടോപ്പിക്കാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇനി ഇത് 2 പാർട്ടായിട്ടുള്ളത്. നമുക്ക് പാർട്ട് 1 കൊമേഴ്സ് ഒരു 70 മാർക്കോളം നമുക്ക് കൊമേഴ്സിൽ പ്രതീക്ഷിക്കാം. പാർട്ട് 1 കൊമേഴ്സ് ഒരു 70 മാർക്കിൽ പ്രതീക്ഷിക്കാം. പാർട്ട് 2 റിസർച്ച് മെത്തഡോളജി, അതായത് പേപ്പർ 1 എന്ന് പറയുന്ന പോർഷൻ ആണ്. അതിൽ റിസർച്ച് മെത്തഡോളജി ഉണ്ട്, കറന്റ് അഫയേഴ്സ് ഉണ്ട്, റിനയൻസസ് ഇൻ കേരള ഉണ്ട്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? 30 മാർക്കോളം വരുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ 1, പേപ്പർ 2 പോലെ തന്നെ പേപ്പർ 1 നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഇതിനു വേണ്ടി കുറെ വീഡിയോസ് ഒക്കെ ക്രിസ്റ്റൽ എജു ഹബിന്റെ ചാനലിൽ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാം ട്ടോ. ഓക്കെ. ഇതില് ഒന്നാമത്തെന്ന് പറയുന്നത് കൊമേഴ്സിൽ. ഇനി കൊമേഴ്സിൽ എന്തൊക്കെയാണ് 70 മാർക്കിന് വരിക? ഓക്കെ. കൊമേഴ്സിൽ എന്തൊക്കെ വരാം? ഒന്ന്
ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പറയാൻ പോകുന്നത് 7 മാർക്കോളം വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന പോർഷൻ ആണ്. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ ഏതൊക്കെ കവർ ചെയ്യും? മോസ്റ്റ് പ്രോബബിലി കവർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങളാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, കമ്പനി അക്കൗണ്ട്സ്, അമാൽഗമേഷൻ അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, holding company accounts, liquidation, analysis and interpretation of financial statement, ratio analysis, cash flow analysis, fund flow analysis, working capital management, valuation of shares and goodwill, insolvency account, inflation account, insurance claims, double account system. നമുക്ക് ഇതിൽ പലരും UGC നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പം അവർക്ക് ഇത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്? ഇതില് നല്ല ബെനിഫിറ്റ് ഉണ്ട് അല്ലെ? അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കെ ഇതിനു വേണ്ടി കുറച്ചൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പ് 100 റാങ്കിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂർ ചെയ്യാം. കേരള PHSC അല്ല കേരള HSST ടീച്ചറായിട്ട് നമ്മളെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ വരാം? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇന്റഗ്രൽ കോസ്റ്റിംഗ്, ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ, capital budgeting, cost of capital, cost control and cost reduction, process costing, contract costing, reconciliation and cost and financial account. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കുറച്ച് ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ആൻഡ് ടെക്നിക്സ്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നതും കൂടുതൽ മാർക്ക് അതിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് ഫംഗ്ഷൻ, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, മോട്ടിവേഷൻ, organizational development and behavior, conflict, group dynamics and team development, total quality management, human resource management, selection, training, development, reward and compensation, performance appraisal. ഇത് നമ്മൾ ഏറെക്കുറെ കേട്ടിട്ടുള്ള ടോപ്പിക്കാണ്, ഏറെക്കുറെ കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്, ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് പറയുന്നത് വളരെ ആഴത്തിലായിരിക്കും. നമ്മുടെ UGC നെറ്റ് പോലെ അല്ലെങ്കിൽ കേരള സെറ്റ് പോലെ അത്ര ഈസി ആയിരിക്കില്ല. നമുക്ക് HSST അത്രയും ഡിഫിക്കൽട്ടി ലെവലിലാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക്. ഇനി മൊഡ്യൂൾ 4ലാണ് ടാക്സേഷൻ ലോസ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ടാക്സേഷൻ ലോ എന്ന് പറയുന്നത് നമുക്ക് ഏറെക്കുറെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് അല്ലെ? ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഏറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ സെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് പഠിക്കണം, എല്ലാ സെക്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമുക്കറിയാം +1, +2, ഡിഗ്രി, PG ലെവൽ കഴിഞ്ഞ ഒരു വളരെ മാസ്റ്ററിംഗ് ആയിട്ടുള്ള കൊമേഴ്സിൽ മാസ്റ്ററിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പം അതിനനുസരിച്ചുള്ള ചോദ്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, PSCയുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും PSCയുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടാക്സേഷൻ വെറും ഒരു പുറമെ കൂടി പഠിച്ചു പോയാൽ പോരാ നമുക്ക്. ഇറ്റ് ഷുഡ് ബി ഡീപ്പിൽ പോകേണ്ടി വരും നമ്മള്. അപ്പം എന്തൊക്കെയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്? ബേസിക് കൺസെപ്റ്റ്, ഡെഫിനിഷൻ, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, income except from tax, head of income and its computation, clubbing of income, set off and carry forward, assessment of individual income tax authorities, assessment procedure, tax reduction at source, tax planning for managerial decision, indirect tax, wealth tax, central excise and customs. ഇതിന്റെ കൂടെ GST ഉണ്ടാവും ട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ടാക്സേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് സെഷൻ. മോസ്റ്റ് പ്രോബബിളി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. നമുക്കറിയാം റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒരുവിധം എല്ലാ എക്സാമിനേഷനും ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നെറ്റിനായിക്കോട്ടെ സെറ്റിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് റിസർച്ച് ആൻഡ് QT എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരാന്ന് വെച്ചാൽ റിസർച്ച്, മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്,
research design, formulation of hypothesis, data source and sampling, application of statistical tool and techniques in social research, selection statistical tools for analysis, t-test, chi-square test, ANOVA, presentation of findings, network analysis, PERT, ഓപ്പറേഷൻ റിസർച്ച്, ലീനിയർ പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്യൂട്ടിയിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ ഇതാണ്. ഇതിൽ കൂടാം, ചിലപ്പം ഇതിൽ ഇത്ര ഉണ്ടാവില്ല, ഒക്കെ വരാം നമ്മളെ സിലബസ് വന്നാൽ. പക്ഷെ നമ്മൾ ഇത്രയെങ്കിലും എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ PSCന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ PSC സിലബസ് പുറത്തു വിടുന്നതിന് മുന്നേ നമ്മൾ ഇത്രയെങ്കിലും ഏരിയാസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിൽ നിന്ന് കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മൾ ഒരു ടോപ്പിക് പോലും ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ അത് വരില്ല എന്ന് കരുതി ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇത് കേരള PSC ആണ്. കേരള PSC നമുക്ക് വേറൊരു ചാൻസ് ഇല്ലാത്തൊരു എക്സാം ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ഒഴിവാക്കി കളയരുത്, വിട്ട് കളയരുത്. നമ്മൾ മസ്റ്റ് ട്രൈ ചെയ്യണം, മസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് HSST. ഞാൻ പിന്നെയും പറയാണ്, HSST എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മളെ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, എത്ര തിരക്കായിക്കോട്ടെ, നമുക്ക് ഈ തിരക്കുകൾ ഇപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് HSST കൊമേഴ്സിലേക്കാണ്. ഈ HSST കൊമേഴ്സിലേക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് റിലാക്സ്ഡ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി എന്തൊക്കെ ഇതിൽ വരും എന്ന് പറഞ്ഞാല് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മീനിങ്, നീഡ്, സിസ്റ്റം കൺസെപ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സിസ്റ്റം, ടൈപ്സ് ഓഫ് സിസ്റ്റം, MIS ആൻഡ് വാരിയസ് ലെവൽ ഓഫ് മാനേജ്മെന്റ്, MIS ആൻഡ് വാരിയസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, MIS and computer application, data processing concept, data hierarchy, database management system, networking, basic concepts, internet, e-commerce, security analysis, portfolio management, Indian financial system, financial market, financial instrument, financial intermediaries, and financial service. ഇതൊക്കെ എന്താ മോസ്റ്റ് പ്രോബബ്ലി ആണ്. ഇതിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ NVT, അതായത് നമുക്കറിയാം നോൺ വെക്കേഷണൽ ടീച്ചറിന്റെ ഒക്കെ എക്സാമിന് ഫോളോ ചെയ്ത അതേ സിലബസ് തന്നെയായിരിക്കും PSC ഫോളോ ചെയ്യുക എന്നുള്ളതിലാണ് ഈ സിലബസ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് ആണ്. എന്തൊക്കെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, മെത്തേഡ് ആൻഡ് എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ്, ലൈസൻസിംഗ്, ഫ്രാഞ്ചൈസിംഗ്, joint venture, legal framework of international business, FTA, custom union, common market, economic union, regional blocks, developing and developed countries, NAFTA, SAARC, ASEAN, BRICS, WTO, OPEC, ബാലൻസ് ഓഫ് പേയ്മെന്റ്. വളരെ വൈഡ്, നമുക്കറിയാം, നമ്മൾ PGക്ക് പഠിക്കുന്ന കാലത്തെ നമുക്കറിയാവുന്ന ഒരു ഏരിയ ആണ് ഇന്റർനാഷണൽ ബിസിനസ്. വളരെ വൈഡായിട്ട് നമുക്ക് പഠിച്ചു തീരില്ല, എന്തായാലും പഠിച്ചു തീരാത്ത ഒരു ഏരിയ തന്നെയാണ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് കുറച്ച് സമയം അതിനായിട്ട് കണ്ടെത്തി ഇങ്ങനെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. കേരള PSC എവിടുന്ന് ക്വസ്റ്റ്യൻ കൊടുക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ, OBയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് OB, മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ, മാനേജ്മെന്റ് തോട്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, ക്വാളിറ്റി സർക്കിൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, സിഗ്മ കൈസൻ, ബെഞ്ച് മാർക്കിംഗ്, കോർ കോമ്പിറ്റൻസ്, എമർജിംഗ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് OB, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, HRM, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ഇതെന്ന് പറയുന്നത് ഞാൻ വളരെ ചുരുക്കിയിട്ടുള്ള ഒരു വേർഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വൈഡായിട്ട് ഉണ്ടാവും. ഇത്രയല്ല പ്രതീക്ഷിക്കേണ്ടത്, കൂടുതലായിട്ട് പ്രതീക്ഷിക്കണം. ഇത് ഞാൻ വളരെ വേണ്ടപ്പെട്ട ടോപ്പിക് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ള ഭാഗത്തുനിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, സെബി ഗൈഡ് ലൈൻസ്, റിഫോംസ്, CSR, ബിസിനസ് എത്തിക്സ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന ഏരിയയാണ്. ഇനി എന്ന് പറയുന്നത് മൊഡ്യൂൾ 10 ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. വളരെ കുറച്ച് ഭാഗം, ബട്ട്
നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇരുന്ന് പഠിച്ചെടുക്കാം. പക്ഷേ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെപ്ത് ആയിട്ട് അതിൽ ഒരു ലൂപ്പ് ഹോൾസ് പോലും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം എന്നാണ് ഞാൻ പറയാ. ഇത് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആരും സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻസിംഗ് ഡിസിഷൻ, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പേ ബാക്ക് പീരീഡ്, ARR, IRR, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, ലീസ് ഫിനാൻസ്, ലിക്വിഡിറ്റി റേഷ്യോ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നതാണ്. ഓഡിബിൾ അല്ലേ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? ഹലോ. യെസ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കൊമേഴ്സിന്റെ ഏരിയ എന്ന് പറയുന്നത്. കൊമേഴ്സിന്റെ ഏരിയയില് 10 ഏരിയ ഉണ്ട്. 10 ഏരിയയിൽ മിനിമം മാക്സിമം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ 10 ഏരിയയിൽ ഓരോ ഏരിയയിലും 7 മാർക്ക് വീതം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു ഏരിയ പോലും വിടാതെ നമ്മളെല്ലാം കറക്റ്റ് പാറ്റേണിൽ കറക്റ്റ് ടൈം ടേബിൾ പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മാസം വരെ, അതായത് കേരള നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കേരള PSC എക്സാം കണ്ടക്ട് ചെയ്യുക. ആ എക്സാം ഡേറ്റിനാവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ച് തീർക്കാം, റിവിഷൻ വരെ കഴിക്കാം. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഈ 10 യൂണിറ്റ്. ഇനി ഈ 10 യൂണിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ നമ്മള്? മതിയോ? ഹലോ. നോ. നോ. എന്തുകൊണ്ടാ അതെന്നറിയോ? ഈ 10 യൂണിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് ജനറൽ HSST പേപ്പർ. ടീച്ചേഴ്സ് നമ്മൾ HSST ടീച്ചറാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെറും കൊമേഴ്സ് നോളജ് മാത്രം മതിയോ? പോരാ. അപ്പൊ അവര് കേരള PSC ഡെഫിനിറ്റ് ആയിട്ടും ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ജനറൽ പേപ്പർ. മോസ്റ്റ് പ്രോബബിലി എന്തായാലും ജനറൽ പേപ്പറിൽ ഒരു 30 മാർക്ക് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ് ജനറൽ പേപ്പറിൽ വരിക? അതറിയുമോ? നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമത്തെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നെറ്റിനും സെറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് കൂടുതലായിട്ട് നോക്കിയ ഒരു ഏരിയ ആയിരിക്കും ജനറൽ പേപ്പർ. ഇപ്പോൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഒരു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഒരുവിധം എല്ലാം കയ്യിൽ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ HSST കൊമേഴ്സ് നമ്മളെ കയ്യിൽ വന്ന് ചേരുകയും ചെയ്യും. അപ്പോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ വരും? ടീച്ചിങ്, നാച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് റിക്വയർമെന്റ്, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്, ഇവാലുവേഷൻ സിസ്റ്റം. നമ്മൾ B.Ed പഠിച്ച കുട്ടികളാണ്. അപ്പോൾ B.Ed പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്തുണ്ട്? എന്തായാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്കറിയാം. നമ്മൾ തിയറി കുറെ പഠിച്ചതാണ്. ടീച്ചിങ് തിയറീസ് അതൊക്കെ നമ്മൾ സൈക്കോളജിയിലായിട്ടും ഫിലോസഫിയിലായിട്ടും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അത്ര വലിയൊരു ടഫ് ഏരിയ ഒന്നല്ല ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നല്ലൊരു പ്രോപ്പർ കോച്ചിങ്, നല്ലൊരു പ്രോപ്പർ സ്റ്റഡി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കൽ, അതൊക്കെ നമുക്ക് എന്താണ്? അനിവാര്യം തന്നെയാണ്. ഇനി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെ വരും? റിസർച്ച്, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ്, സിമ്പോസിയം, തീസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. നമുക്കറിയാം നമ്മളിപ്പോ HSST കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്തിലുണ്ട്? UGC നെറ്റിൽ വളരെ 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 UGC നെറ്റ് എഴുതി JRF കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. റിസർച്ചിന്റെ പേപ്പർ മാത്രം പഠിച്ചാൽ നമുക്ക് നല്ലൊരു സ്കോർ അതിൽ തന്നെ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് UGCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ റിസർച്ചിന്റെ ഏരിയ നല്ലോണം കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ HSSTക്കും ഉപകാരപ്പെടും, UGC നെറ്റിന് ഉപകാരപ്പെടും. പേപ്പർ 1-നായിക്കോട്ടെ, പേപ്പർ 2-ലായിക്കോട്ടെ. ഇത് HSST കൊമേഴ്സിലും UGC നെറ്റിന്റെ സിലബസിലും എന്തുണ്ട്? പേപ്പർ 1-ലും പേപ്പർ 2-ലും എന്തുണ്ട്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് കുറച്ച് ടൈം നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അടുത്തത് എന്താ വരുന്നത് എന്ന് വെച്ചാൽ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയണം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയണം. അപ്പം ഫസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ട് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. NVT സിലബസ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇതിനെ പോയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നിങ്ങൾ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഏരിയ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്, വെൽഫെയർ ആൻഡ് അതായത് സോഷ്യൽ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറന്റ് അഫയേഴ്സ് അതൊക്കെ നോക്കി മുന്നോട്ട് പോകണം. ഇനി റിനൈൻസൻസ് ഇൻ കേരള, കേരള PSCയിൽ NVT സിലബസ് പ്രകാരം അത് വരും എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ റിനൈൻസസ് ആണ്. സാധുജല SNDP, നായർ സർവീസ് സൊസൈറ്റി, സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോർട്ട്, ഇതൊക്കെയാണെന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പറിൽ വേറെ വരാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത്. മലയാളി സ്വദേശാഭിമാനി, വിവേകോദയം, നോവൽ, ഡ്രാമ, പോയട്രി, അതൊക്കെ പിന്നെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇതൊക്കെ എന്ത് വരാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഇനി ലിറ്ററസി ഫിഗേഴ്സ്, പിന്നെ നമുക്ക് ജനറൽ നോളജും കറന്റ് അഫയേഴ്സും ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് കറന്റ് അഫയേഴ്സ്. അപ്പോൾ കറന്റ് അഫയേഴ്സ് കൈവിടാതെ, ഇപ്പൊ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെച്ചാല് അത്ര ഡിഫിക്കൽട്ടി ഇല്ല. ബട്ട് നമ്മുടെ ക്രിസ്റ്റൽ അക്കാദമിക്കോ കറന്റ് അഫയേഴ്സിലുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാവരും യൂട്യൂബിൽ ഒന്ന് റെക്കോർഡഡ് വേർഷൻസ് ഒന്ന് കാണാം. ഓക്കെ. നമ്മൾ UGCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ മതിയോ HSST എക്സാമിന്? മതിയോ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? യെസ്. ഓക്കെ. UGC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ ലാഘവത്തോടെ മതിയോ HSST എക്സാമിന്? പോരാ. No. പോരാ അല്ലേ? മതിയോ? UGC എക്സാമിന് പ്രിപ്പറേഷൻ മതിയോ? No, ma'am. നോ. എന്തുകൊണ്ടാ അത്? എക്സാം പാറ്റേൺ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലേ? UGC നെറ്റ് 6 മന്ത്സ് കൂടുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമിന് നമ്മൾ ഒന്ന് എക്സാമിനെ അറിയാൻ പോകുന്നു. രണ്ടാമത്തെ എക്സാം നമ്മൾ പാസ്സാകുന്നില്ല. മൂന്നാമത്തെ എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങാം. പക്ഷെ അങ്ങനെയുള്ള ഒരു എക്സാം ആണോ HSST? അല്ല. 5 വർഷം കൂടുന്നേരം അല്ലെങ്കിൽ 6 വർഷം കൂടുന്നേരം, കഴിഞ്ഞത് വിളിച്ചിട്ട് ഒരു 7 വർഷം ഏതാണ്ടാവാനായി HSST. ഇനി HSC ലയനം നടക്കുകയാണ്. ഇനി ഒരു HSST എക്സാം ഉണ്ടോന്നുള്ളത് നമ്മൾ ഡൗട്ടിലാണുള്ളത്. അപ്പോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് ടു ക്രാക്ക് HSST എക്സാമിനേഷൻ. നമുക്കറിയാം, നമ്മൾ HSST എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസാന അവസരമായിട്ട് നമ്മൾ കാണണം. നമ്മൾ ഇതിൽ കൂടുതലായിട്ട് നമ്മളെ എഫേർട്ട്, മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഞാനിപ്പോ പറയുന്നു, ഞാൻ എടുത്തെടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് വരാം. ഇനി മാർക്കിംഗ് സിസ്റ്റത്തിൽ നോക്കിയാലോ? കേരള PSC പിന്നെ UGC നെറ്റും കുറെ വ്യത്യാസമുണ്ട് അല്ലേ? UGC നെറ്റിന് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്ത് പോവാം. പക്ഷെങ്കിൽ HSST പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? HSSTക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോ നമ്മൾ HSST കൊമേഴ്സ് ഒരു കേരള PSC എക്സാമിനേഷൻ നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനേഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് കൂടിയും ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ആൻസറും ചെയ്യാൻ പോയതിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. UGC നെറ്റിന് അതില്ല. പിന്നെ ക്വാളിഫിക്കേഷൻ എക്സാം, സർവീസ് എക്സാം, ഒന്നെന്താണ്? ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ആണ്. നമുക്ക് കേരള PSCയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എക്സാം മാത്രമാണ് എന്തെന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. പക്ഷെങ്കില് നമ്മൾ HSST കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് നമ്മളെ സർവീസിനെ ബാധിക്കുന്ന, നമ്മളെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു എക്സാം ആണെന്ന് പറയുന്നത് HSST എക്സാം. നമ്മുടെ കേരള PSC നടത്തുന്ന HSST എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ സ്വപ്നം നേടിയെടുക്കാനുള്ള, നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പം ഡോണ്ട് മിസ് ഇറ്റ്. ഇനി ഒരു ചാൻസ് വരാൻ പോകുന്നില്ല നമുക്ക്. അപ്പം ഈ ചാൻസ് മാത്രം നമുക്ക് ഉള്ളൂ. ആ ചാൻസ് വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ക്രിസ്റ്റൽ അക്കാദമി, ക്രിസ്റ്റൽ എഡ്യു ഹബ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ എക്സാമിനേഷന്റെ പാറ്റേൺ നോക്കിയാൽ CBT ആണ് എന്ന് പറയുന്നത് UGC നെറ്റ് ഫോളോ ചെയ്യുന്നത്. OMR ഈ വർഷം OMR ആയിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? CBT എക്സാമിലേക്ക് തന്നെ UGC നെറ്റ് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കേരള PSC എങ്ങനെയുള്ള എക്സാം നടത്തുന്നത്? OMR എക്സാമിനേഷൻ ആണ്. OMR എക്സാമിനേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം CBT എക്സാമിനേഷൻ. ഉറപ്പല്ലേ? ഇനി
നിങ്ങളൊക്കെ HSST കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ? അല്ലേ? ഹലോ Yes. കേൾക്കുന്നില്ലേ? യെസ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമോ? ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ HSST കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യോ? ആരെല്ലാം ഓൺലൈനിൽ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ഹലോ അറിയുമോ? അറിയോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയുമോ? In term of line and staff organization, main line of command is in the hands of dash. In dash, organization requires wide span of control. Centralized organization is another name of dash organization. ഒന്ന് ആൻസർ ചെയ്തേ നോക്കിയേ. അറിയുമോ ആൻസർ? ഹലോ കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ട് ഹലോ മാം. കേൾക്കുന്നില്ലേ? ഇതിന്റെ ആൻസർ അറിയുമോ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് HSST എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറയാണേ. ഇതിന്റെ ദ ടേം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മെയിൻ ലൈൻ ഓഫ് കമാൻഡ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലൈൻ എക്സിക്യൂട്ടീവ്സ് ആണ്. അതായത് ലൈൻ ഓർഗനൈസേഷന്റെ ലൈൻ ഓഫ് കമാൻഡ് ആരുടെ കയ്യിലാണ്? ലൈൻ എക്സിക്യൂട്ടീവ്സിന്റെ കയ്യിലാണ്. ഇൻ ഡാഷ് ഓർഗനൈസേഷൻ റിക്വയർസ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ വൈഡ് ആയിട്ടുള്ളത് ഏതാണ്? ഫ്ലാറ്റ് സ്ട്രക്ചർ ആണ്. ദെൻ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ഇസ് ദ നെയിം ഓഫ് ഡാഷ് ഓർഗനൈസേഷൻ. അതേതാണ്? ടോൾ ഓർഗനൈസേഷൻ ആണ്. ടോൾ അതായത് കുത്തനെ, നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിന് കുറെ ട്രിക്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാനുള്ളൂ. ഇനി അനദർ ക്വസ്റ്റ്യൻ ആണ് കൺഗ്രുവിറ്റി ഓഫ് ഫ്ലോസ് റെഫേഴ്സ് ടു ദി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കൺഗ്രുവിറ്റി? ഹലോ എന്താ കൺഗ്രുവിറ്റി? ഇല്ലല്ലേ? ഈ തരത്തിലുള്ള ടേംസ് ഒക്കെ ആയിരിക്കും കേരള PSC HSST കൊമേഴ്സിലേക്ക്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൺഗ്രുവിറ്റി എന്താണ്? കൺഗ്രുവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ലോവർ ലെവലിലേക്ക് പാസ് ചെയ്യുന്നേരം ആ ഇൻഫർമേഷൻ അതേ രീതിയിൽ ലോവർ ലെവലിലേക്ക് എത്തിക്കുന്നതിനാണ് കൺഗ്രുവിറ്റി എന്ന് പറയുന്നത്. അതായത് പാലിൽ വെള്ളം ചേർക്കാതെ അതേ പാല് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ലോവർ ലെവലിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺഗ്രുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സിമിലർ ഇൻഫർമേഷൻ, ഒരേ രീതിയിലുള്ള ഇൻഫർമേഷൻ വൺ ഡയറക്ഷൻ ടു അതർ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? കൺഗ്രുവിറ്റി ഓഫ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇൻകം ടാക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മിസ്റ്റർ എക്സ് ഈസ് എ ഓണർ ഓഫ് ഫ്ലാറ്റ് വിച്ച് ഹാസ് മുനിസിപ്പൽ വാല്യൂ 45,000, ഫെയർ റെന്റ് 50,000, സ്റ്റാൻഡേർഡ് റെന്റ് 48,000, actual rent is 44,000 for 11 months. There is a vacancy of 1 month. Calculate GAV. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. HSST എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അറിയോ? ആൻസർ ചെയ്യാൻ അറിയോ ആർക്കെങ്കിലും? ഹലോ 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 ആരുല്ലേ? ഹലോ Yes, ma'am. കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയട്ടെ അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ GAV എന്ന് പറയുന്നത് ഒരു മന്ത് എന്താണ്? വാക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. ഏത്? നമ്മുടെ വീട് ഒരു മന്ത് മുനിസിപ്പൽ നമ്മുടെ ഫ്ലാറ്റ് ഒരു മന്ത് വാക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. വാക്കന്റ് പീരീഡിലുള്ള GAV എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് ആണ്. ഒന്നും നോക്കാനുള്ള, നമുക്കത് 44,000 നേരിട്ട് നമുക്ക് എന്തുണ്ട് ആൻസറിൽ കിട്ടും. നമ്മൾ ഇത് ആലോചിക്കും FRV ഓർ SRV വിച്ച് എവർ ഈസ് ഹൈ, SRV അതൊന്നും ആലോചിക്കേണ്ട കാര്യം ഇതിലില്ല. വാക്കന്റ് എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ റെന്റ് ആണ് അതിന്റെ GAV എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത് ആലോചിക്കണം, എന്ത് ചെയ്യണം? ടാക്സ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. ഇനി നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും? ഈ HSST കൊമേഴ്സ് എങ്ങനെ ക്രാക്ക് ചെയ്യും? നമ്മൾ വളരെ ഒരു ലാഘവത്തോടെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മൾ എന്ത് വേണം? നല്ല രീതിയിൽ തന്നെ പറഞ്ഞോളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം.
നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ പോയിന്റ് ആണ് കൺസിസ്റ്റൻസി. ഫസ്റ്റ് കൺസിസ്റ്റൻസി വേണം നമുക്ക്. നമ്മൾ എത്ര പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നല്ല. ഓരോ ദിവസവും, എല്ലാ ദിവസവും പഠിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇത്ര ഇത്ര പോർഷൻ ഞാൻ തീർക്കും. വെറുതെ 3, 4 മണിക്കൂർ ഞാൻ ബുക്കിന്റെ മുന്നിൽ ഇരുന്നാ പോരാ. നമ്മൾ 1 മണിക്കൂറാണ് പഠിക്കുന്നത്. ആ 1 മണിക്കൂർ മതി. ആ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് എത്ര പോർഷൻസ് തീർക്കാം? അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. നമുക്ക് എത്രത്തോളം പോർഷൻ തീർക്കാനുണ്ട്? ഒരുപാട് പോർഷൻ തീർക്കാനുണ്ട്. ഇന്ന് ഇത്ര കുറച്ച് ഓക്കെ അത് മതി എന്ന് വിചാരിച്ചാൽ പറ്റൂല. നമ്മൾ ഇന്ന് ഇത്ര തന്നെ പോർഷൻ തീർക്കും. ആ 1 മണിക്കൂർ ഇരുന്ന് നമുക്ക് പോർഷൻ തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറേ ടൈം എടുത്ത് വെറുതെ ബുക്കിന്റെ മുന്നിലിരുന്ന് അവിടെ ലാപ്ടോപ്പിന്റെ മുന്നിലിരിക്കുന്നു, കുറേ വീഡിയോസ് കാണുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നു. നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അതിന്റെ ഇൻ ഡെപ്ത് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നു, ഇൻ ഡെപ്ത് ആയിട്ട് ബുക്ക് റെഫർ ചെയ്യുന്നു. അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റെഗുലറായിട്ട് പഠിക്കുക തന്നെ വേണം. കൺസിസ്റ്റൻസി മസ്റ്റ് ആയിരിക്കണം. നമ്മൾ വേറെ എന്തൊക്കെ തിരക്കുകളിലായിക്കോട്ടെ, നമുക്കറിയാം എനിക്കറിയുന്ന പല ആൾക്കാര് ഹോസ്പിറ്റലിന്റെ ഐസിയുന്റെ മുന്നിൽ നിന്ന് വരെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലേബർ റൂമിൽ ഇരുന്നിട്ട് HSSTക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ റീസൺസ് പറഞ്ഞു. ഇന്ന് എനിക്ക് പനിയാണ്, ഇന്ന് എനിക്ക് തലവേദനയാണ്, എന്നാ പിന്നെ ഇന്ന് പഠിക്കണ്ട, ഇന്ന് നാളെ പഠിക്കാം. അത് അതുകൊണ്ടിരുന്നാൽ നമുക്ക് HSST ഒരിക്കലും കിട്ടൂല. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. വളരെ പ്രിപ്പയർ ചെയ്ത് ഒരു 5, 8 കൊല്ലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര് നടുക്കാ നമ്മൾ പോയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും അറിയാത്ത നമ്മള് നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് കോച്ചിങ്ങിന് പോവണമെങ്കിൽ പോവണം. നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു കോച്ചിങ് സെന്ററിൽ നമ്മൾ പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ. ഇനി കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നമ്മളെ പഠിച്ചാൽ പോരാ. നമ്മൾ റിവിഷൻ നടത്തി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടോന്ന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും ചെക്ക് ചെയ്യണം. പിന്നെ പ്രാക്ടീസ്, ക്വിസ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എല്ലാ എക്സാമിനും പറയുന്ന ഒരു കാര്യമാണ് PYQ is the key. അത് ബേസ് ചെയ്തിട്ടേ വരുള്ളൂ എല്ലാ എക്സാമിനും. നമുക്കറിയാം UGC നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, കേരള PSC നടത്തുന്ന എക്സാം ആയിക്കോട്ടെ, നമുക്കറിയാം എനിക്കറിയുന്ന പലരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് ലിസ്റ്റിൽ കയറിയവരുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇസ് ദ കീ ഓഫ് ഓൾ എക്സാമിനേഷൻ. അതപ്പോ നമ്മൾ ആ കീ നമ്മൾ ഉപയോഗിക്കണം. ആ PYQ നമ്മൾ കണ്ടെത്തണം. എവിടുന്ന് കിട്ടും PYQ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്രിസ്റ്റൽ എഡ്യൂ ഹബ് കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ എക്സാം PYQ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കോഴ്സിൽ. അത് ഞാൻ പിന്നീട് പറയാം. ഇനി മോഡൽ എക്സാം നമ്മൾ എവറി വീക്ക്, എവറി മന്ത്, എവറി വീക്ക് എന്ന് തന്നെ വേണം പറയാം. നമ്മൾ എന്ത് ചെയ്യണം? മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം? PSC എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോഡൽ എക്സാം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും തെറ്റെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ തെറ്റിക്കും. അതൊരു മനുഷ്യന്റെ ഒരു ഘടനയാണ്, ഒരു ഫീച്ചറാണ്. തെറ്റിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ മോഡൽ എക്സാമിനേഷനിലൂടെ മാത്രമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുക? അത് കുറയ്ക്കാൻ പറ്റുക. നമ്മള് കൂടുതൽ എഴുതിയിട്ടുണ്ടാവും. ഒരു 50, 55 മാർക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ 25 എന്നാൽ നമുക്ക് തെറ്റാണ്. നമ്മളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ട് അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കേരള PSCയിൽ എന്തുണ്ട്? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കീപ് ഇൻ മൈൻഡ് ദാറ്റ് നെഗറ്റീവ് മാർക്ക്. നെഗറ്റീവ് മാർക്ക് എന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നെഗറ്റീവ് മാർക്ക് ഒരു ക്വസ്റ്റ്യന് 0.33 ഓളം നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും 0.33 അല്ലേ? ഒരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര മാർക്ക് നമുക്ക് കുറയാം. റാങ്ക് ലിസ്റ്റിൽ നമ്മൾ താഴോട്ട് പോകുന്നവരാന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതെന്താണ്? മോഡൽ എക്സാമിനേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ആൻസറിലും കുത്തുന്ന ആ സ്വഭാവം ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാ ആൻസറിലും കുത്തുന്ന സ്വഭാവം എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ മോഡൽ എക്സാം മാത്രമേ ഒരു പരിഹാരമുള്ളൂ. ഇനി ക്രിസ്റ്റൽ എഡ്യൂ ഹബ് ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. വേണമെങ്കിൽ നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് മുതൽ ഞങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ഇതിൽ ക്രിസ്റ്റൽ എഡ്യൂ ഹബ് കിട്ടും എന്ന് ചോദിച്ചാല് കോംപ്രിഹെൻസീവ് ക്ലാസ്സസ്, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും ക്രിസ്റ്റൽ എഡ്യൂ ഹബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻ ഉണ്ട്. അതായത് ലൈവ് കിട്ടിയില്ലെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിപ്പോയ ലൈവ് കിട്ടിയില്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻ ഉണ്ട്, PYQ സെഷൻ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്റ്റൽ എഡ്യൂ ഹബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന്
ഫസ്റ്റ് പേപ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2ന്റെ കൂടെ ഫസ്റ്റ് പേപ്പർ അതായത് 30 മാർക്കിന്റെ 30 ക്ലാസ്സസ് പ്ലസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ ക്രിസ്റ്റൽ എഡ്യൂ ഹബ്ബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു അവസരമാണ് ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ക്രിസ്റ്റൽ എഡ്യൂ ഹബ്ബിൽ ഇപ്പം ജോയിൻ ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ ഒരു 4 മാസം എന്തായാലും ഉണ്ട്. ഈ 4 മാസത്തിനുള്ളിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു പരുവമാക്കി നിങ്ങളെ ക്രിസ്റ്റൽ ഹബ്ബ് മാറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ലൈഫ് ലോങ് നഷ്ടമായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റഡിയിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടം ഓർത്തിട്ട് നിങ്ങൾ എപ്പോഴും എല്ലാ കാലവും HSST ഞാൻ പിടിച്ചില്ലല്ലോ. കാരണം HSST ലേണം എന്ന് പറയുന്നത് 2030 നടക്കും. നമുക്കറിയാം കഴിഞ്ഞ HSST നടത്തത് ഒരു 2019 ആണ് തോന്നുന്നത് HSST നടന്നത്. അപ്പൊ നമുക്ക് നോക്കിയാല് ഒരു 5-6 വർഷത്തിന് ശേഷം 2030 കൂടെ HSA ലയനം നടക്കും. പിന്നെ ഒരു HSST കൊമേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം അത് ഉണ്ടാവില്ല. മോസ്റ്റ് പ്രോബബിലി ഉണ്ടാവാതിരിക്കാനാണ് ചാൻസ്. അപ്പോൾ HSST കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തിക ഇത് ലാസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ എന്തായാലും നിങ്ങളെ മണി, ടൈം, എഫേർട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഞങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 മന്ത്സ് ആണ്. കോഴ്സിന് വാലിഡിറ്റി എന്ന് പറയുന്നത് 10 മന്ത്സ് ആണ്. ഇനി ഞങ്ങൾ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 11,500 ആണ്. ഈ വെബിനാറിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അവസരം തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം 4,500ന് നിങ്ങൾക്ക് ഈ കോഴ്സ് നേടാവുന്നതാണ്. ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്താൽ ഈ കോഴ്സ് 4,500ന് നേടാം. ഇപ്പൊ ഒരു 500 രൂപ ഈ 2 ദിവസത്തിനുള്ളിൽ 24th കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ എൻ്റർ ആകാം. ബാക്കിയുള്ള 4,000 2 ഇൻസ്റ്റാൾമെന്റ് പ്രകാരം ഞങ്ങളെ ആപ്പ് വഴി എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ HSST പറ്റി ആർക്കെങ്കിലും? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ യെസ് മാം. കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മാം. ഓക്കെ നെഹ്ല മാം ഹലോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. അപ്പൊ ഇതുവരെ എന്റെ വെബിനാർ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു പറയാണ്. എല്ലാവരും HSST നന്നായി പഠിച്ച് എല്ലാവരും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എന്റെ താങ്ക് യു.
അച്ചു കഴിഞ്ഞു. ഹലോ